ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിൻ ആൻഡ് അബീസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകണം. പിന്നെ അത് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ കൂടുതലും അപ്പൂപ്പനും അമ്മൂമ്മമാരുമാണ് നമ്മളെ സ്കൂളിലേക്ക് വിടാറ്. നമ്മുടെ അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജോലിക്ക് പോയേക്കുവാണേ. അപ്പോൾ നമുക്കിന്നത് സ്കൂളിൽ കൊണ്ടുപോകാൻ നമുക്ക് ഉച്ചഭക്ഷണമായിട്ട് പയറും മെഴുക്കുവരട്ടിയും മുട്ടത്തോരനുമാണേ. അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കാണെങ്കിൽ അപ്പോൾ ഗൈസ്, നമ്മുടെ മാമിയാണെങ്കിൽ അടുക്കള മുട്ട വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാമിയുടെ മക്കളെ മാമി നോക്കി ഉറക്കി കിടത്തിയിട്ടാണ് നമുക്ക് വന്ന് ഈ ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ ദുച്ചുവാണെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ 2 മണിയാവും. കാരണം അവന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി താമസിച്ചേ കിടന്നുറങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങുന്നെങ്കിലും ആൾ ഉറങ്ങത്തില്ല. ആളുടെ സമയക്രമം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വെച്ചാണേ. അതാണ് ഇങ്ങനത്തെ സൗണ്ടെല്ലാം കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. ഇപ്പം നമ്മളാണെങ്കിൽ സ്കൂളിൽ പോവാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പം കഴിക്കാനായിട്ട് നമ്മുടെ മാമി നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ മാമി, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദുച്ചിനെയും കുഞ്ഞിനും ഇറക്കിയൊക്കെ കിടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അമ്മമാർ എഴുന്നേക്കേണ്ട സമയമാവുന്നു. അമ്മമ്മ ഇപ്പോൾ കാവിയിൽ നിന്ന് വന്നിട്ടില്ല. അതാണ് നമുക്ക് മാമി വിളമ്പി തരുന്നത്. അപ്പോൾ നമ്മളിന്നാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ പ്ലാസ്റ്റിക് കവേഴ്സ് ബാൻ ചെയ്തേക്കുക. കാരണം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള വൃത്തികെട്ട ഹീനമായി ഗ്രൗണ്ടിലൊക്കെ കിടക്കുന്നത് കൊണ്ട് നമ്മളതാണെങ്കിൽ ഒന്ന് ബാൻ ചെയ്തേക്കുവാണേ. അപ്പം നമ്മളിത് തുണിക്കവറിലാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നേൽക്കും. എല്ലാവർക്കും ബൈ ബൈ, ലവ് യു, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.